ഓക്കെ, ഇത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഇത് വന്നിട്ട് നമ്മുടെ മോക്ക് എക്സാമിനൊക്കെ കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ. ഇതിനകത്ത് പറയുന്നത് ഒരു ഹോസ്റ്റലിൽ 90 സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു. 30 ന്യൂ അഡ്മിഷൻ വന്നു. അപ്പോഴത്തേക്കും ടോട്ടൽ എക്സ്പെൻസ് 560 കൂടി. അതേസമയം ആവറേജ് എക്സ്പെൻഡിച്ചർ പെർ ഹെഡ് 10 കുറഞ്ഞു. ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ ആവറേജ് എക്സ്പെൻഡിച്ചർ പെർ ഹെഡ്, ഒരാൾക്ക് ചെലവാകുന്ന തുക എ എന്നെടുത്തു കഴിഞ്ഞാൽ ആദ്യമേ ഇനിഷ്യലി ആ ഒരു ഹോസ്റ്റലിലെ എക്സ്പെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 90 എ ആയിരിക്കും. കാരണം ഒരാൾക്ക് എ ആണെങ്കിൽ 90 പേർക്ക് 90. ഇനി പുതിയ കേസിൽ 30 പേര് വന്നെന്ന് പറയുമ്പോൾ ടോട്ടൽ ആൾക്കാരുടെ എണ്ണം 120 എന്നാണ് എൻ്റെ മീനിങ്. 300 30 കൂടി കൂട്ടി. അപ്പോഴേക്കും അവിടുത്തെ ആവറേജ് എക്സ്പെൻഡിച്ചർ പെർ ഹെഡ് എന്തായി? 10 കുറഞ്ഞു. അതായത് എ ആയിരുന്നെങ്കിൽ A-10 ആണ്. അപ്പോൾ അവിടുത്തെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എത്ര വരും? 120 ഉണ്ട്, ഒരാൾ A-10 ചിലവാകും. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന ഒരു കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ എന്താ പറഞ്ഞിരിക്കുന്നത്? എക്സ്പെൻഡിച്ചറിന്റെ കേസാണ് പറഞ്ഞിരിക്കുന്നത്, എക്സ്പെൻഡിച്ചർ പെർ ഹെഡ്. ഓക്കെ, ഈ 30 പേര് വന്നപ്പോ ആക്ച്വലി ടോട്ടൽ എക്സ്പെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിഷ്യലി 90 ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിന്റെ കൂടെ 500 കൂടി കൂട്ടുമ്പോഴാണ് പുതിയ എക്സ്പെൻസ് വരുന്നത്. അതാണ് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഡെയിലി എക്സ്പെൻസ് ഓഫ് ദ മെസ് ഇൻക്രീസ്ഡ് ബൈ 560. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാം. വേണമെങ്കിൽ എളുപ്പമാക്കാൻ വേണ്ടി ഇവിടെ നമുക്ക് 0 കളയാം, 10 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇതിവിടെ 9A എന്ന് പറഞ്ഞു വരും. ഇവിടെയാണെങ്കിൽ 56 എന്ന് പറഞ്ഞു വരും. ഇവിടെയാണെങ്കിൽ 12A, അതുപോലെ തന്നെ 120. അല്ല എങ്കിൽ 3A എന്ന് പറയുമ്പോൾ 120 56 കൂടി കൂട്ടിയിട്ട് 176 എന്ന് കിട്ടും. അല്ലെങ്കിൽ എന്റെ വാല്യൂ നമുക്ക് അവിടെ നിന്ന് പറയുന്നത് 176/3 എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, ഇനി നമ്മുടെ ഇത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് 90A ആണ്. അല്ലെങ്കിൽ നമുക്ക് എ കണ്ടുപിടിച്ചിട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കറിയാം ഇനിഷ്യലി എത്ര എക്സ്പെൻസ് ഉണ്ടെന്ന് ചോദിച്ചിരിക്കുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 90A ആണെന്ന് നമുക്കറിയാം, അല്ലെ? 90A എന്നറിയാം. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ തന്നെ രണ്ട് സൈഡിലും 30 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ആയി. അല്ലെങ്കിൽ എ കണ്ടുപിടിച്ചിട്ട് ഇതിൽ കൊണ്ട് 90A സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കണക്കാളും നല്ല രണ്ട് സൈഡിലും 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 90A എന്ന് പറയുന്നത് ഇനീഷ്യലി ഉണ്ടായിരുന്ന ടോട്ടൽ എക്സ്പെൻസ് 176 ഇൻറ്റു 30 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത്ര വരും? ലാസ്റ്റ് ഒരു 0, 8, 7 × 3 21, 22, 5, 5280. 5280 ആയിരിക്കും ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ ആയിട്ട്.